ചില കനലുകളൊക്കെ അധിക കാലമൊന്നും ചാരമൂടി കിടക്കാറില്ല. അത് തനിയെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ഊതി ഊതി പുറത്തേക്ക് വരും. അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ചിന്മയി പാടിയിട്ടുള്ള മുത്തമഴ എന്ന പാട്ട്. സത്യത്തിൽ ഈ പാട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ദീ എന്ന ദീക്ഷിതയാണെന്നുണ്ടെങ്കിലും തമിഴ് സിനിമ നമ്മുടെ ചിന്മയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് ആ സിനിമയിൽ പാടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇതിന്റെ തെലുങ്ക്, ഹിന്ദി വേർഷനിലൊക്കെ ചിന്മയി തന്നെയാണ് പാടിയിട്ടുള്ളത്. സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ദീക്ക് വരാൻ പറ്റിയില്ല. അതിന് പകരമായിട്ട് ചിന്മയി പാടി. പക്ഷെ ദീ പാടിയതിനേക്കാളും കൂടുതലായിട്ട് പ്രേക്ഷകരെ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ചിന്മയി പാടിയിട്ടുള്ള പാട്ടാണ്. ആരാണ് ഈ ചിന്മയി? നമ്മള് കേട്ടു പരിചയിച്ച 96 സിനിമയിലെ കാതലേ കാതലേ, അതുപോലെ തന്നെ ഒരു ദൈവം തന്ന പൂവേ. അതെ, അവർ ഒരു ദൈവം തന്ന പൂവേ പോലെ മധുരമായിട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്താണ് 2018 ലൈംഗിക അതിക്രമണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രി അവരെ വിലക്കേർപ്പെടുത്തിയത്. അവരെ ശരിക്കു പറഞ്ഞാല് ഡബിംഗ് മേഖലയിൽ നിന്നുമാണ് വിലക്കിയതെങ്കിലും പാട്ടുപാടാൻ വരെ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നീണ്ട 7 വർഷക്കാലം അവരെ കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ലായിരുന്നു. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ. തന്നെ നീണ്ട 7 വർഷക്കാലം അടിച്ചമർത്തപ്പെട്ടവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മധുര പ്രതികാരം എന്നോണം ചിന്മയി പാടുകയാണ് ഇന്നും വരും എന്തൻ കഥയെ. അതും 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാട്ടിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള AR റഹ്മാന്റെ മുന്നിൽ വെച്ചിട്ട്. ഇപ്പോഴും ചിന്മയി തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവര് ഇനിയും പാടട്ടെ. തമിഴ് ഇൻഡസ്ട്രി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കലാപ്രേമികളും അവരുടെ തിരിച്ചുവരലിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.